അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മരണം 5. ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അസാം ബിൻ അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. വടകര സ്വദേശിയായ അസമിന്റെ 3 സഹോദരങ്ങളും ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ബുഷറയും ഇന്നലെ മരിച്ചിരുന്നു. അബുദാബിയിൽ വാഹനാപകടത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ അതീവ ദുഃഖകരമായ ഒരു വിവരമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 8 വയസ്സുകാരൻ അസാം ബിൻ അബ്ദുൽ ലത്തീഫ് മരിച്ചു. ഇതോടെ കൂട്ടത്തിൽ 4 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അപകടത്തിൽ ആകെ മരണം 5 ആയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അബുദാബിയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നത്. ദുബായിൽ വ്യാപാരം നടത്തുന്ന അബ്ദുൽ ലത്തീഫും കുടുംബവുമാണ് ഒരു വാഹനത്തിൽ സഞ്ചരിച്ചത്. അവരുടെ വീട്ടിലെ ജോലിക്കാരിയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അബ്ദുൽ ലത്തീഫ്, ഒപ്പം തന്നെ ഭാര്യ റുക്സാന, ഇവരുടെ 4 മക്കൾ, ഈ ജോലിക്കാരി ഉൾപ്പെടെ 7 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരിൽ 5 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതായത് 14 വയസ്സുകാരൻ അഷസ്, ഒപ്പം തന്നെ 12 വയസ്സുകാരൻ അമ്മാർ, 5 വയസ്സുകാരൻ ആയാഷ് എന്നിവർ ഇന്നലെ മരിച്ചിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ 8 വയസ്സുകാരൻ അസം ബിൻ അബ്ദുൽ ലത്തീഫ് മരിച്ചിരിക്കുന്നു. ഈ വീട്ടിലെ ജോലിക്കാരി കൂടി ഇന്നലെ ഈ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. ബുഷ്ര, മലപ്പുറം സ്വദേശിയായ ബുഷ്രയാണ്. ഇവർ ലിവ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങി വരുമ്പോഴാണ് ഈ ഷഹാമയ്ക്ക് സമീപം വെച്ച് അപകടമുണ്ടായത്. എന്തായാലും ഈ ബുഷ്രയുടെ മൃതദേഹം ഇന്ന് വീട്ടിലേക്ക് അല്പസമയം മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ശേഷം ഈ 4 കുട്ടികളുടെയും മൃതദേഹം നാളെയാകും ഖബറടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.